അടുത്ത നമ്മുടെ ചോദ്യം വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ചാർജിങ് ഓഫ് ലെഡ് ആസിഡ് ബാറ്ററി. അപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററി എന്താണെന്ന് ആദ്യം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇത് ഉത്തരം ചെയ്യാനായി നല്ലത്. അപ്പോൾ ലെഡ് ആസിഡ് ബാറ്ററി നമ്മൾ പൊതുവെ കാണാറുള്ളതാണ്, UPS, ഇൻവെർട്ടർ അതിൻ്റെ ഒക്കെ കാണാറുണ്ട്. അപ്പോൾ ഒരു റീചാർജബിൾ ആയിട്ടുള്ളൊരു ബാറ്ററി എന്ന് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ അകത്ത് ലെഡ് പ്ലേറ്റും അതിൻ്റെ അകത്ത് സൾഫ്യൂരിക് ആസിഡും ഉണ്ട്. അത് അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ വഴിയാണ് എനർജി സ്റ്റോർ ആക്കപ്പെടുന്നത്. അത് നമ്മുടെ ഓട്ടോമൊബൈൽസിനും വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ UPSും പിന്നെ ബാക്കിയുള്ള സോളാർ അങ്ങനത്തെ കേസുകളിലും ഇലക്ട്രിക് വെഹിക്കിളിൽ വരെ യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ട് അതിൻ്റെ മെയിൻ കോമ്പണൻസ് മനസ്സിലാക്കി വയ്ക്കുക. ചോദ്യങ്ങൾ ആ രീതിയും വരാം. അപ്പോൾ ലെഡ് ഡയോക്സൈഡ് PbO2 എന്നുള്ളതാണ് പോസിറ്റീവ് പ്ലേറ്റ്. അതിനെ കാത്തോഡ്, പോസിറ്റീവ് പ്ലേറ്റിനെ കാത്തോഡ് എന്ന് വിളിക്കുന്നു, നെഗറ്റീവ് പ്ലേറ്റിനെ ആനോഡ് എന്നും വിളിക്കുന്നു. അപ്പോൾ അതിൽ ആനോഡിൽ പ്യുവർ ലെഡ് മാത്രമാണ്. PB എന്ന് പറഞ്ഞതിൻ്റെ കെമിക്കൽ ഫോമിലാണ്. ഇതിൻ്റെ അകത്ത് ഒഴിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ് H2SO4ഉം പിന്നെ വെള്ളവും കൂടി മിക്സ് ആയിട്ടുള്ളത്. പിന്നെ ഇതെല്ലാത്തിനെ സെപ്പറേറ്റ് ചെയ്ത് ഉള്ള ഒരു പോറസ് ആയിട്ടുള്ള, അതിൽ കൂടി പോറസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കൂടി പല സാധനങ്ങൾ പോകാൻ പാകത്തിനുള്ള ഒരു മെറ്റീരിയൽ, അതായത് ഒരു അരിപ്പ് പോലത്തെ, ചെറിയൊരു അരിപ്പ് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചാർജിങ്ങിൻ്റെ അകത്ത് കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുന്നത് എന്താണ്? പോസിറ്റീവ് പ്ലേറ്റിലും നെഗറ്റീവ് പ്ലേറ്റിലും പോസിറ്റീവ് കാറ്റും നെഗറ്റീവ് ആഡും അങ്ങനെ മനസ്സിലാക്കുക. മറ്റേ കെമിക്കൽ ഫോമിലാണ് PbO2ഉം H2SO4ഉം ഈ പോസിറ്റീവിൽ റിയാക്ട് ചെയ്ത് PbSO4ഉം H2O വെള്ളവും പിന്നെ ഓക്സിജനും റിലീസാവുന്നു. നെഗറ്റീവ് പ്ലേറ്റിൽ ആ ടൈമിൽ ആനോഡിൽ സംഭവിക്കുന്ന PBയും H2SO4ഉം റിയാക്ട് ചെയ്ത് PbSO4ഉം H2 ഹൈഡ്രജൻ റിലീസ് ആവുന്നു. ചാർജിങ്, ഇത് ചാർജിങ് പ്രോസസ്സായിരുന്നു പറഞ്ഞത്. അപ്പോൾ ചാർജിങ് പ്രൊഡ്യൂസേഴ്സ് ഓക്സിജൻ അറ്റ് പോസിറ്റീവും ഹൈഡ്രജൻ അറ്റ് നെഗറ്റീവ് പ്ലേറ്റാണ്. പക്ഷേ അത് മിക്കവാറും ഓക്സിജൻ ഹൈഡ്രജനോട് കമ്പയർ ചെയ്ത് വെള്ളമായി മാറുകയാണ് ചെയ്യുന്നത്. ഓവർ ചാർജിങ്, ഹൈ റേറ്റ് ചാർജിങ്ങിൽ എക്സസീവ് ഹൈഡ്രജൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാറ്ററിയിൽ ഗ്യാസ് ബിൽഡപ്പ് വന്നിട്ട് ഇങ്ങനെ പ്രഷറൊക്കെ ഇൻക്രീസ് ചെയ്ത് പിന്നെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഓവർ ചാർജിങ് ചെയ്താൽ. ഇതാണ് അതിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നാൽ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. വെൻറ്റിലേഷനും വേണം, എക്സസീവ് ഗ്യാസൊക്കെ വന്നു കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാൻ പാകത്തിന്. പിന്നെ ബാറ്ററി കണ്ടീഷനിൽ ഗ്യാസ് ലെവൽസൊക്കെ ഇടയ്ക്കൊക്കെ നോക്കണം. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ നേരെ തിരിച്ചാണ്, റിവേഴ്സായിട്ടുള്ള കെമിക്കൽ റിയാക്ഷനാണ് സംഭവിക്കുന്നത്. കെമിക്കലിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുവാണ്. അപ്പോൾ പോസിറ്റീവ് പ്ലേറ്റിൽ PbSO4 H2 കൂടി, അത് നേരത്തെ ഇതിനെ തിരിച്ചെഴുതുക എന്നുള്ളൊരു മീനിങ് ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ PbSO4 H2 കൂടി ആക്ട് ചെയ്തിട്ട് H2 കൂടി ആക്ട് ചെയ്തിട്ട് PbO2 H2SO4 വരും. അത് നേരെ തിരിച്ച് റീസ്റ്റോർ ചെയ്യുകയാണ്. നെഗറ്റീവ് പ്ലേറ്റിൽ PbSO4 H2 ആക്ട് ചെയ്ത് PBയും H2SO4 ലെഡ് തിരിച്ച് വരുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൽ സൾഫ്യൂരിക് ആസിഡ് കുറച്ച് കൺസ്യൂം ആവും, പിന്നെ PbSO4 റിലീസാവും. അത് റിലയബിളും കോസ്റ്റ് എഫക്റ്റീവും കാശൊക്കെ കുറഞ്ഞൊരു പരിപാടിയാണ്. ഈ കാശുണ്ട് എങ്കിലും കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള ബാറ്ററികൾ പറയുമ്പോൾ കുറവാണ് ഇതിൻ്റെ. പക്ഷേ കറക്റ്റ് മെയിൻറ്റെയിൻസ് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പൊട്ടിത്തെറിയുടെ കേസൊക്കെ. അപ്പോൾ ചാർജിങ്ങിൽ ഈ പറഞ്ഞ ഓക്സിജൻ റിലീസാവുന്നുണ്ട്, ഹൈഡ്രജൻ റിലീസാവുന്നുണ്ട്. അപ്പോൾ മെയിൻലി ഹൈഡ്രജനാണ് റിലീസാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം ഹൈഡ്രജനാണ്. ഏത് ഗ്യാസാണ് റിലീസാവണമെന്നുള്ള ചോദിച്ചില്ലേ? അപ്പോൾ നമുക്ക് ഹൈഡ്രജനാണ് അതിൻ്റെ മെയിൻ ഉത്തരം. പിന്നെ ബ്യൂത്തേനും മീത്തേനും ഇത്തൈലും ഒന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലാതെ ഗ്യാസല്ല ഈ. അപ്പോൾ ഹൈഡ്രജൻ എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ, വൈ ഇറ്റ് ഈസ് നോട്ട് റെക്കമെൻഡഡ് ടു ഗീവ് ലെഡ് ആസിഡ് ബാറ്ററീസ് നിയർ ദ ഇലക്ട്രിക് പാനൽ ബോർഡ്സ്. പാനൽ ബോർഡുകളുടെ അടുത്ത് എന്തുകൊണ്ട് ഇത് വയ്ക്കാൻ പാടില്ല എന്ന് എന്നാണ് ചോദ്യം. അപ്പോൾ അത് ഒന്ന് പോയിസണസ് ഗ്യാസ് ഉണ്ടാവും, പിന്നെ ഫ്ലെയിമബിൾ ഗ്യാസ് ഉണ്ടാവും, പിന്നെ ഇൻഡക്ഷൻ കറണ്ട് ബിറ്റ്വീൻ ദ ബാറ്ററി ആൻഡ് ഇലക്ട്രിക് പാനൽ, അങ്ങനെ ബാക്കി എല്ലാം ഓൾ ദ എബോവ് എന്ന് പറഞ്ഞൊരു ഉത്തരം കൂടി ഇതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഓൾ ദ എബോവ് ആണ് ആദ്യം തന്നെ പറഞ്ഞോളട്ടെ. ഓൾ ദ എബോവ് ആണ് കറക്റ്റ് ആൻസർ. കാരണം ഫ്ലെയിമബിൾ ഗ്യാസ് ചാർജിങ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ എങ്ങനെ മറ്റേ പാനലുകൾ സ്പാർക്കൊക്കെ ഉണ്ടായി ഇത് കത്തുപിടിച്ചാലോ. ഫ്ലെയിമബിൾ എന്ന് പറഞ്ഞാൽ കത്താൻ സാധ്യതയുള്ളത്. പിന്നെ പോയിസണസ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ അത് ദ്രവിപ്പിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. ഈ പാനലിൻ്റെ പല കോണ്ടാക്ട്സോ അല്ലെങ്കിൽ പാനലിൻ്റെ പല കോമ്പോണൻസ്, എക്യുപ്മെൻറ്റ്സ്, സ്വിച്ച് ഗ്യാസിനൊക്കെ ദ്രവിക്കാനുള്ള അവസ്ഥ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും പ്രശ്നമാണ്.
പിന്നെ ഇൻഡക്ഷൻ കറണ്ട് മീറ്റർ ബാറ്ററി ഇലക്ട്രിക്കൽ പാനൽ. അപ്പോൾ ഇലക്ട്രിക്കൽ പാനലിൻ്റെ അകത്ത് ഉള്ള AC കറണ്ട് ആയിരിക്കും ആണെങ്കിൽ അത് ഈ ബാറ്ററിയിൽ വേറൊരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്ത് തൊട്ടടുത്തൊക്കെ വയ്ക്കുമ്പോൾ കറണ്ടൊക്കെ ഇൻഡ്യൂസ് ചെയ്ത് അതിൻ്റെ അകത്ത് ചാർജും ഡിസ്ചാർജൊക്കെ അൺഈവനാക്കി ഒരു പ്രോപ്പർ അത് ഓവർ ഹീറ്റിങ്ങും ഡാമേജും പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകാൻ സംഭവിക്കും. അപ്പോൾ അതുകൂടാതെ ഷോർട്ട് സർക്യൂട്ടോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കാം. ഇലക്ട്രിക്കൽ ഷോക്ക് വരാം, കത്ത് പിടിക്കാം. അപ്പോൾ ഈ കൊറോഷൻ ഓഫ് ദ കോമ്പണൻസ് പറഞ്ഞല്ലോ, ദ്രവിക്കാനുള്ള കേസുകൾ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ, പിന്നെ ഇലക്ട്രിക്കൽ പാനലോ അല്ലെങ്കിൽ ഏതെങ്കിലും കത്ത് പിടിക്കാൻ സാധ്യതയുള്ള സാധനങ്ങളിൽ നിന്നും ദൂരെ വയ്ക്കുന്നതാണ് നമുക്ക് എപ്പോഴും സേഫ്. അപ്പോൾ മുകളിൽ പറയുന്നവയെല്ലാം എന്നുള്ള ഓപ്ഷൻ നമുക്ക് ചെയ്യാം. ഈ അടുത്ത് എർത്ത് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള മീറ്റർ എന്താണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് നമുക്ക് വിശകലനം ചെയ്യാം. ഇത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. എർത്ത് റെസിസ്റ്റൻസ് മീറ്ററാണ് നമ്മുടെ കറക്റ്റ് പേര്, എർത്ത് റെസിസ്റ്റൻസ് മീറ്റർ. നമ്മൾ എർത്ത് മെഗർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതാണ് ഇതിനു വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ നമുക്ക് ലേറ്റർ ഓൺ ചെയ്യാം, എങ്ങനെയാണ് ചെയ്യണതെന്നൊക്കെ ഉള്ളത്. പലർക്കും അറിയായിരിക്കും. 4 സ്പൈക്കൊക്കെ അടിച്ചിട്ട് നമ്മൾ എർത്തിൻ്റെ മെഷർമെൻ്റ് എടുത്ത് റെസിസ്റ്റിവിറ്റി എടുത്ത്, അപ്പോൾ അത് എർത്തിങ്ങിൻ്റെ കാൽക്കുലേഷനിൽ ഞാനത് ഒന്നും കൂടി അത് കവർ ആക്കുന്നതാണ്. നമ്മുടെ ഇൻസ്പെക്ടറേറ്റ് എന്ന് പറ്റി പറയുന്ന ആ പാർട്ടിൽ. പിന്നെ ബാക്കിയുള്ള ഇൻസുലേഷൻ ടെസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഗർന്ന് പൊതുവെ നമ്മൾ പറയും. അപ്പോൾ അത് കണ്ടക്ടേഴ്സ് തമ്മിലുള്ള അല്ലെങ്കിൽ കണ്ടക്ടറും എർത്തും തമ്മിലുള്ള റെസിസ്റ്റൻസ് ഒക്കെ മെഷർ ചെയ്യാം, ഷോർട്ട് ആയിട്ടുണ്ടോ കണ്ടിന്യൂറ്റി ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. എർത്ത് ടെസ്റ്റ് ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു സംഭവം ജനറലി ഒരു എർത്ത് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള അങ്ങനൊരു സാധനം ഇല്ല ശരിക്കും. എർത്ത് റെസിസ്റ്റൻസ് മീറ്റർ എന്ന് തന്നെ നമ്മൾ പറയണം. പിന്നെ റെസിസ്റ്റൻസ് ടെസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ വീസ്റ്റോൺ ബ്രിഡ്ജ് അങ്ങനെയൊക്കെയുള്ള ജനറൽ ഇൻസ്ട്രുമെൻ്റാണ് അത്. എർത്ത് റെസിസ്റ്റൻസ് നല്ല ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. എർത്തിൻ്റെ റെസിസ്റ്റൻസ് പറഞ്ഞാൽ മെഷർ ചെയ്യണ എർത്ത് റെസിസ്റ്റൻസ് മീറ്റർ തന്നെ വേണം. അതിൽ 4 സ്പൈക്ക് ഉണ്ടാവും. അതടിച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഒരു വോൾട്ടേജും കറണ്ടും കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു വാല്യൂ കണ്ടുപിടിക്കുന്ന പരിപാടിയാണ് അതിൽ ചെയ്യുന്നത്. അപ്പോൾ അത് എർത്തിങ്ങിൻ്റെ കാൽക്കുലേഷൻ്റെ പാർട്ടിൽ നമുക്ക് വിശദമായിട്ട് അതിനെപ്പറ്റി പറയാം. ഇനി ചോദിച്ചേക്കാൻ 3 phase കണക്ഷൻ ഷാൽ ബി ടേക്കൺ ഫോർ ഡൊമസ്റ്റിക് പർപ്പസ് വെൻ ദ ലോഡ് ഈസ് ഗ്രേറ്റർ ദാൻ എത്ര കിലോവാട്ട്. അപ്പോൾ ഞാനിത് ഓൾറെഡി ഒരു സപ്ലൈ വോൾട്ടേജസ് എന്ന് പറഞ്ഞ വീഡിയോ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ ഡയറിയിലുള്ളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സപ്ലൈ കോഡ് 2019 അത് പ്രകാരമാണ് പറയുന്നത്. 5 കിലോവാട്ടിൽ താഴെയുള്ളതാണ് നമ്മൾ സിംഗിൾ ഫേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ KCBയിലൊക്കെ പോയാലും നമ്മൾ കണക്റ്റഡ് ലോഡ്, ടോട്ടൽ കണക്റ്റഡ് ലോഡ് 5 കിലോവാട്ടിൻ്റെ അകത്ത് അല്ലെങ്കിൽ 5000 വാട്ട്സിനകത്ത് ഒതുക്കുവാണെങ്കിലാണ് നമുക്ക് ഈ പറഞ്ഞ സിംഗിൾ ഫേസ് കണക്ഷൻ തന്നെ. അതിന് മുകളിൽ വരുവാണെങ്കിൽ നമുക്ക് 3 phase കണക്ഷൻ ആയിരിക്കും അവർ തരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് എഫിഷ്യൻസി കൂട്ടാനും പിന്നെ മെയിനായിട്ട് ഈ വോൾട്ടേജ് ഡ്രോപ്പ് കുറയ്ക്കാനാണ്. കുറേ കണക്റ്റഡ് ലോഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് സിംഗിൾ ഫേസിനേക്കാളും ബെറ്റർ പവർ കൊടുക്കാൻ സാധ്യത 3 phase-നാണ്. അങ്ങനെ സേഫ്റ്റിയും പിന്നെ ഭാവിയിലേക്കുള്ള കൂടിയ ലോഡായതുകൊണ്ട് അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി കുറച്ചും കൂടി, അതായത് ഇനിയും എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിലൊക്കെ ചെയ്യാൻ എളുപ്പമായിരിക്കും നമ്മൾ ഓൾറെഡി 3 phase കണക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇതിൽ നോട്ട് ചെയ്യുന്നത്. അപ്പോൾ 5 ആണ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയേക്കാം. വിച്ച് എക്യുപ്മെൻറ്റ്സ് ഹെൽപ്പ് ടു മെഷർ ഹൈ കറണ്ട്സ്. അപ്പോൾ വലിയ അളവിലുള്ള കറണ്ട് മെഷർ ചെയ്യാൻ വേണ്ടി പവർ ട്രാൻസ്ഫോമറും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറും എന്തായാലും മെയിൻ പവർ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളത്, മെഷറിങ്ങിനുള്ളതെല്ലാം അറിയാം. പിന്നെ നമുക്കുള്ള ഓപ്ഷൻ കറണ്ട് ട്രാൻസ്ഫോമർ, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കറണ്ട് ട്രാൻസ്ഫോമറാണ് ഇതിൻ്റെ മെഷറിങ്ങിന് സാധ്യമാക്കുന്നത്. അപ്പോൾ അതിൽ 2 വൈൻഡിങ് ഉണ്ടാവും. പ്രൈമറി വൈൻഡിങ്ങും അതായിരിക്കും ലോഡിൻ്റെ അകത്തുനിന്ന് മെഷർ ചെയ്യുന്നത്, അതായത് മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയായിരിക്കും അത് മെഷർമെൻറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് പ്രൊപ്പോർഷണലായിട്ടൊരു സെക്കൻഡറി സൈഡിലൊരു കറണ്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പൊതുവേ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ചില ഡ്രോയിങ്സിൽ. എന്തായാലും ഇതിൻ്റെ CTയുടെ വേറൊരു ഇൻസ്പെക്ടർ റിലേറ്റഡ് വീഡിയോ ചെയ്യാനുണ്ട്, അപ്പോൾ അതിൽ വിശദമാക്കാം. 100/5 എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് 100 ആംപിയർ മെഷർ ചെയ്യണമെങ്കിൽ 100 ആംപിയർ അത്രയും വലിയൊരു മീറ്റർ വയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 100-നെ 5ആയിട്ട് 100/5 എന്നുള്ളൊരു CT റേഷ്യോ ഉള്ള ഒരു കറണ്ട് ട്രാൻസ്ഫോമർ നമ്മൾ ഉപയോഗിച്ചാൽ 100-നെ 5ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് 100 ആംപിയർ വന്നു കഴിഞ്ഞാൽ 5ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മുടെ മീറ്റർ 5 കാണുമ്പോഴത്തേക്കും അവന് മനസ്സിലാവും 100 ആംപിയർ ശരിക്കും വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ചെറിയ മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കറണ്ടിന് എത്ര വലിയ കറണ്ടാണെങ്കിൽ നമുക്ക് റീഡ് ചെയ്യാനുള്ള സാധ്യമാക്കുന്ന ഒരു പരിപാടിയാണ് കറണ്ട് ട്രാൻസ്ഫോമർ ചെയ്യുന്നത്.
പിന്നെ അതുകൂടാതെ സി ടിക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മളതിൽ പറയാം. പിന്നെ മീറ്ററിങ്ങിനും ബില്ലിങ്ങിനൊക്കെ ആയിട്ട് ഉപയോഗിക്കും. അതൊക്കെ സി ടിയുടെ വിശദമായിട്ട് ഇൻസ്പെക്ടറേറ്റ് ഡയറിയിൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് വിശദമായിട്ട് അതിൽ പറയുന്നതാണ്. പിന്നെ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും വോൾട്ടേജ് ഇതേപോലെ തന്നെ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് 11 kV സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. 11 kV ബാർ 110 വോൾട്ട് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അത് അവിടുത്തെ 11,000 വോൾട്ടിനെ 110 കൺവേർട്ട് ചെയ്തു. അപ്പോൾ റീഡിങ് കൃത്യമായിട്ട് കാണിക്കാൻ വേണ്ടിയുള്ളൊരു സാധനം. അല്ലെങ്കിൽ നമുക്ക് വലിയൊരു വോൾട്ട് മീറ്റർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലല്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ഏറ്റവും നമ്മുടെ കൺസ്യൂമറിൻ്റെ തൊട്ടടുത്ത് ഉണ്ടാവും. സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് 3 ഫേസ് ആയിട്ട് ഉപയോഗിക്കാനും. പവർ ട്രാൻസ്ഫോമർ നമ്മുടെ ഹൈ വോൾട്ടേജ് ഒക്കെ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ ഉള്ള ജനറേറ്റിംഗ് സ്റ്റേഷനിലും മറ്റുമൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിലെ കാര്യങ്ങൾ.